ആ സംഘത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഞങ്ങള്. അതൊക്കെ ആര് തരും? പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് BJP ആയിരുന്നു. ആ എല്ലാ ഞങ്ങള് 150 മണ്ഡലത്തിൽ ജയിക്കാനുള്ള പണിയെടുക്കണേ. നിങ്ങൾ അപ്പൊ പാലക്കാട് ഒരു പ്രത്യേകത ഇല്ലായിരുന്നോ കഴിഞ്ഞ ഇലക്ഷന്? പാലക്കാട് പ്രത്യേകത അതിൽ മത്സരിച്ചേ. വിജയ് ആരുടെ ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പ്? ആര് പറയണ? നിങ്ങൾ ആര് പറയുന്ന ഗ്രൂപ്പ്? എന്ത് ഗ്രൂപ്പ്? പരസ്യ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ആ ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളത് വിചാരിക്കണം ഞങ്ങളെ കുറിച്ച്? നിങ്ങള് അല്ല, അത് ഞങ്ങൾ അതിന്റേതായ രീതിയിലെടുക്കും. എന്താ അതൊക്കെ ഞങ്ങൾ ഇന്റേണലായിട്ട് പറയണല്ലോ, മീഡിയയോട് പറയാവുന്നതല്ല. ഞങ്ങൾ കേരളത്തിൽ 140 നിയോജകമണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നൊരു കാലയളവാണ്. അവർ കുടിയൊഴിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ പീഡിതരായ ആളുകൾ അവരൊരു വലിയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് കേരളത്തിൽ വലിയ ശക്തിയാണ്. ഈ ശക്തിയല്ലേ കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചപ്പോ തെരഞ്ഞെടുപ്പില്? അതെ, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാം പോയാ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോ മഹാരാഷ്ട്രയിൽ ജയിച്ചു. മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. അവിടെ വലിയ വിജയമാണ് ഞങ്ങളുണ്ടായത്. ഞങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം ആ വിജയത്തിന്റെ മുകളിൽ ഒരു കറുത്ത പൊട്ടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇപ്പൊ ഈ പാലക്കാട് ഒരു പ്രത്യേകത നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു വിജയപ്രതീക്ഷ ഇല്ലായിരുന്നു. പാലക്കാട് ഇലക്ഷനെ എല്ലാമായിട്ട് കൂട്ടിച്ചേർത്താണല്ലോ പറയുന്നത്. മാഡം, തെരഞ്ഞെടുപ്പ് ഞാൻ മണലൂർ മത്സരിച്ചു. ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ജയിക്കാനാണ് മത്സരിക്കുന്നത്. തോക്കാൻ വേണ്ടി ആരെയും മത്സരിക്കോ? പാലക്കാട് തോൽവി എന്താ? ഈ ഏഷ്യാനെറ്റും തമ്മിൽ മത്സരിക്കണം ഒന്നാമതാവാനാ. നിങ്ങളിപ്പോ ഒന്നാമതായില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ മോശമാണോ? ഒന്നാമതാവാനാണ് ഞങ്ങൾ എല്ലാവരും മത്സരിക്കുന്നത്. ഒന്നാമതിന്റെ സന്തോഷമാണ്. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത് എന്നറിയാം, പാലക്കാട് ശരിക്കും എന്താ സംഭവിച്ചത്? അതൊന്നും നിങ്ങൾക്കൊരു പരാതി ഇല്ല ആർക്കും? പാലക്കാട് സംഭവിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തില്ല. എന്തുകൊണ്ട്? അത് ഞങ്ങൾ പരിശോധിക്കുമല്ലോ. ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ഞങ്ങൾക്ക് ആകെ ഒരു MLA ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പല സമയത്തും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തി ഞങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. ആരും ഇല്ലാത്ത സമയത്ത് ഈ കൊടി പിടിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു, ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോലെ കെട്ടിപ്പിടിച്ച് കറിയാൻ പറ്റുമോ? പാർട്ടിയിൽ ഉണ്ട്, ഗ്രൂപ്പുണ്ടല്ലോ, BJP ഗ്രൂപ്പുണ്ട്. എന്ത് ഗ്രൂപ്പ്? ANR ഇഷ്ടംപോലെ ആളുകളുണ്ടെന്നല്ലോ. ANR ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ശോഭയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത് രാജ്യത്തുള്ളതല്ലേ. എന്റെ സഹോദര, ഒരു ജനാധിപത്യ ഒരു മിനിറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇരുമ്പറയ്ക്ക് മറയ്ക്കുള്ളിലുള്ള ഒരു പാർട്ടിയല്ല BJP കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടാവും. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുണ്ടോ? ആര് പരാജയപ്പെട്ടത്? ഞങ്ങളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നതിന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ വിജയം കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുള്ളതാണ്. അല്ല, ഇതെന്നറിയാം, നമ്മൾ തുടർച്ചയായിട്ട് BJP നേതാക്കളോട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അല്ല, അത് ശരിയല്ലല്ലോ. നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയം പാലക്കാട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുന്നു, അതല്ല ശരിയല്ലല്ലോ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ വളരെ ഒട്ടും ഒരു ജാഗ്രത ഇല്ലാണ്ട് മറുപടി പറയുന്നത് കഷ്ടമല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഏത് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമ്പോഴും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങളായിട്ടാണ് മുന്നോട്ട് പോകാറ്. തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ വേറെ ആരും മത്സരിക്കണ്ടല്ലോ. അല്ല, അവിടെയാണ് ഈ ഗ്രൂപ്പ് കളിച്ച് കളഞ്ഞു എന്ന് പറയുന്നത്. ആര് ഗ്രൂപ്പ്? എന്ത് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ്. ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയല്ലേ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ? ആണല്ലോ. ഞങ്ങൾ പറഞ്ഞ BJPയെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മാഡം വർത്താനം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് മനസ്സിലോർക്കണം, കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പാലക്കാട് MLA BJP ആണെന്നുള്ള പാടില്ല. അപ്പൊ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു? അപ്പൊ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല? പ്രതീക്ഷയും ഫലവും ഒക്കെ രണ്ടാണ്. പ്രതീക്ഷയില്ലാണ്ട് ഒരാൾ ഈ പാർട്ടിയിൽ എനിക്ക് വയസ്സ് 62ആയി. ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ചെറുതിലെ തുടങ്ങിയതാ. പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അനുസരിച്ച് ആദർശപരമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കും, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. അതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ വർത്തമാനം പറയട്ടെ, പാലക്കാട് 25 കൊല്ലമായിട്ട് ഞങ്ങളുടെ MLA എന്നുള്ള പാട്ടില്ല. അല്ല, പാലക്കാട് ജനം തോൽപ്പിച്ചതാണ്. അരെ, ജനമുള്ള എല്ലാവരും തോൽപ്പിക്കും ചെയ്യിപ്പിക്കാൻ. എന്റെ സാറ് ജനാധിപത്യത്തിൽ ജനമാണ്. ജനമല്ലേ എല്ലാവരും തോൽപ്പിക്കണേ. എന്താ ഗ്രൂപ്പ് കളിച്ച് തോറ്റല്ല? ഏത് ഗ്രൂപ്പ്?
കഴിഞ്ഞ തവണ ഈ ഇലക്ഷനൊക്കെ ശേഷം ആദ്യം നടന്ന സംസ്ഥാന സമിതി യോഗമാണ്. പ്രത്യേകിച്ച് അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത് PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, MT രമേശ്. നിങ്ങൾ എന്തുകൊണ്ടാണ് 3 പേരും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്നത്? കഴിഞ്ഞ തവണ നടന്നത് സംസ്ഥാന സമിതിയല്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു ചിന്തൻ സംഭവമാണ്. അത് ശില്പശാല, അതിൽ ഫലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, എല്ലാ സംസ്ഥാന ഭാരവാഹികളും ഉണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, എല്ലാ പരിപാടികളിലും എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ കുമ്മനുണ്ടായിരുന്നില്ലല്ലോ. കുമ്മനുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായി. ആ തിരുവനന്തപുരത്തെ മീറ്റിംഗിൽ കുമ്മനുണ്ടായില്ലല്ലോ. അപ്പൊ പല ആളുകൾക്കും പല അസൗകര്യം ഉണ്ടാവും. നിങ്ങൾ അതിന് വലിയ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ കൊണ്ടുപോയാലോ? നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ഞങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ ബൂത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്ല, ഒരു മിനിറ്റ്, അതിനുശേഷം ജില്ലാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ്, അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ. അതിന്റെ കാലയളവാണ്. അപ്പൊ അതിനകത്ത് കയറി വീണ്ടും വെടിവെക്കണതിനാ? ഏത് ഗ്രൂപ്പ്? എന്ത് ഗ്രൂപ്പ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് പോകുന്നു. അതല്ലേ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏഷ്യാനെറ്റുമായിട്ട് മനസ്സിലായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾ 1ാം സ്ഥാനത്താകുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചു പറഞ്ഞു, ഇതിൽ ഓപ്പൺ ആയിട്ടല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് ആ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. അടുത്ത വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടോളൂ. ഇന്ന് കേരളത്തിൽ 35,000-ൽ കൂടുതൽ വോട്ടുള്ള 33 അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ.